കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട കലാപങ്ങൾ, സംഭവങ്ങൾ, അവയെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് അവയുടെ വർഷങ്ങളെ പറ്റി നമുക്കൊന്ന് വിശകലനം ചെയ്യാം. വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നടന്ന സംഭവ വികാസങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ വർഷങ്ങളും ആ വർഷങ്ങളായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളുമാണ്. ഒരുപക്ഷെ അതിനകത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിലധികം അത് ചോദിച്ചില്ലെങ്കിൽ പോലും ഈ വർഷങ്ങളും സംഭവവും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് ആ വർഷവും അന്ന് നടന്ന പ്രധാന സംഭവം. അത് കേരളത്തിൽ നടന്ന കലാപങ്ങൾ, സംഭവങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒരു ഓർഡറിലാണ് പറഞ്ഞു പോകുന്നത്. വർഷത്തിന്റെ ഓർഡറിൽ പ്രധാനപ്പെട്ടത് മാത്രമാണ് പറയുന്നത്. ഇതെങ്കിലും പഠിച്ചു പോയിരിക്കണം. ഇത് ഒരിക്കലും പഠിക്കാതെ PSC എക്സാമിനേഷന് പോകരുത്. അത്രയും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട സംഭവങ്ങളും വർഷങ്ങളുമാണ് പറയാൻ പോകുന്നത്. കേരള കലാപത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ടത് അഞ്ചുതെങ്ങിൽ നിർമ്മിച്ച കോട്ടയാണ്. 1695 അഞ്ചുതെങ്ങിൽ കോട്ട നിർമ്മിക്കുകയാണ് ബ്രിട്ടീഷുകാർ. ഉമയമ്മ റാണി അതിന് അനുമതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1695 നിർമ്മിച്ച കോട്ട അവിടുത്തെ നാട്ടുകാരെല്ലാം ചേർന്ന് തകർക്കുകയാണ്. അതാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ സംഭവം നടക്കുന്നത് 1697 1697 ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ കലാപം 1697 അഞ്ചുതെങ്ങ് കലാപം. തിരുവനന്തപുരത്താണ് അഞ്ചുതെങ്ങ്. 1697 അഞ്ചുതെങ്ങ് കലാപം. ആ അഞ്ചുതെങ്ങ് കലാപത്തിന് ശേഷം പ്രധാന സംഭവമായിട്ട് വരുന്നത് 1721 ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്നത് ഉമയമ്മ റാണിയാണ്. ആറ്റിങ്ങൽ കലാപ സമയത്ത് വേണാട് രാജാവ് ആദിത്യവർമ്മയാണ്. ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് വേണാടിലെ ഉമയമ്മ റാണി. 1721 ആറ്റിങ്ങൽ കലാപം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. ആ വാക്കാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, സംഘടിത കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ കലാപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1697 നടന്ന അഞ്ചുതെങ്ങ് കലാപമാണ്. സംഘടിത കലാപമാകുമ്പോൾ 1721 ആറ്റിങ്ങൽ കലാപം എന്ന് പറയണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ചേരുംപടി ചേർക്കാനായിട്ട് വരാം, സ്റ്റേറ്റ്മെന്റ് ലെവലായി അങ്ങനെ ചോദിക്കാം, ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ചോദിക്കാം, ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം ഈ വർഷങ്ങളിലെ സംഭവങ്ങൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും കേരള ചരിത്രം പഠിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വിടാൻ പാടില്ലാത്ത, ഇതറിയാതെ പോകാൻ പാടില്ല എക്സാമിന്. അങ്ങനെയുള്ള വർഷങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1721 ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇത്രയും മനസ്സിലാക്കുക. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇപ്പം എന്താണ് സംഭവവും അതിൻ്റെ വർഷവും മാത്രമാണ് നമ്മൾ മനസ്സിലാക്കി പോകുന്നത്. ഓർഡറിലാണ്, വർഷത്തിന്റെ ഓർഡറിൽ. അപ്പോൾ ആദ്യം 1695 അഞ്ചുതെങ്ങ് കോട്ട, രണ്ടാമത് 1697 അഞ്ചുതെങ്ങ് കലാപം, മൂന്നാമത് പേത പറഞ്ഞ 1721 ആറ്റിങ്ങൽ കലാപം നമ്മൾ പറഞ്ഞു. ഇനി ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് 1723 വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ആരൊക്കെ തമ്മിലായിരുന്നു? വേണാട് ഉടമ്പടി മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും തമ്മിലായിരുന്നു. അലക്സാണ്ടർ ഓമും മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു 1723 വേണാട് ഉടമ്പടി. അത് ചോദിക്കാറുള്ളതാണ്. അന്ന് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ആയിട്ടില്ല. മരുമത്തക്കായം വഴിയാണല്ലോ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയാകുന്നത്. അതൊക്കെ നമുക്ക് മാർത്താണ്ഡവർമ്മയുടെ അല്ലെങ്കിൽ തിരുവിതാംകൂർ ഭരണകർത്താക്കളുണ്ട്. 1729 മാർത്താണ്ഡവർമ്മ തുടങ്ങി 1949 ചിത്തിര തിരുനാൾ വരെ വരുന്ന തിരുവിതാംകൂർ ഭരണാധികാരികളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് മാർത്താണ്ഡവർമ്മ ഏറ്റവും എടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളതാണ്. അതൊക്കെ ആ സമയത്ത് നമുക്ക് പഠിക്കാം. ഇനി അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? 1723 വേണാട് ഉടമ്പടി സംഭവിച്ചു. അത് ആരൊക്കെ തമ്മിലായിരുന്നു? അലക്സാണ്ടർ ഓമും അതുപോലെ മാർത്താണ്ഡവർമ്മയും തമ്മിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു പ്രധാന വർഷം പഠിക്കാനുള്ളത് 1741 കുളച്ചൽ യുദ്ധമാണ്. കുളച്ചൽ യുദ്ധം. അതിനു മുമ്പ് ഞാൻ വിട്ടുപോയ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ആറ്റിങ്ങൽ കലാപം പറഞ്ഞുവല്ലോ. ആറ്റിങ്ങൽ കലാപം ഏതാ വർഷം പറഞ്ഞത്? ഏതാണ്? 1721. യെസ്, അതന്നെ. 1721 ആറ്റിങ്ങൽ കലാപം നടന്നതായിട്ട് പറഞ്ഞു. അതിൽ കൊല്ലപ്പെട്ട ഒരു ബ്രിട്ടീഷുകാരന്റെ പേര് ചോദിക്കാറുണ്ട്. ഗിഫോൾഡ് എന്നെല്ലാം പറയാറുണ്ട്. അതാണ്
വധിക്കപ്പെട്ട ആ ഒരു കലാപമായിട്ട് വധിക്കപ്പെട്ട ഒരു ബ്രിട്ടീഷുകാരൻ എന്ന് പറയുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തു എന്ന് മാത്രം. നമുക്ക് തിരിച്ചു വരാം. വേണാട് ഉടമ്പടിക്ക് ശേഷം നമ്മൾ എന്ത് പറഞ്ഞു? മാർത്താണ്ഡവർമ്മയാണ് 1741 കുളച്ചൽ യുദ്ധം നടത്തുന്നത്. ആർക്കെതിരെയാണ്? ബ്രിട്ടീഷുകാർക്കെതിരെയാണോ? അല്ല, ഡച്ചുകാർക്കെതിരെയാണ്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. വർഷം 1741. അതിലാരാണ് ജയിക്കുന്നത്? മാർത്താണ്ഡവർമ്മയാണ് ജയിക്കുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു വിദേശ ശക്തിക്കെതിരെ വിജയിച്ച ആദ്യത്തെ നാട്ടുരാജാവ് അത് മാർത്താണ്ഡവർമ്മയാണ്. ഏത് ശക്തിയെയാണ് തോൽപ്പിച്ചത്? ഡച്ചുകാരെയാണ് തോൽപ്പിച്ചത്. ഏത് യുദ്ധത്തിലാ? 1741 നടന്ന കുളച്ചൽ യുദ്ധത്തിലാണ് ഡച്ചുകാർ പരാജയപ്പെട്ട് ഇവിടെ നിന്നും പോകുന്നത്. എന്നാൽ ഡച്ചിന്റെ എല്ലാവരും പോയോ? ഇല്ല, ഒരാൾ മാത്രം പോയില്ല. അതാണ് ക്യാപ്റ്റൻ ഡിലനോയ്. അവരുടെ വലിയ കപ്പിത്താൻ, ഭാവിയില് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അത് ഏതാണ്? ക്യാപ്റ്റൻ ഡിലനോയ് ആണ്. ഡച്ച് ക്യാപ്റ്റൻ ആയിരുന്നു. അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് മാർത്താണ്ഡവർമ്മ തന്റെ സൈന്യത്തെ വിപുലീകരിക്കുന്നുണ്ട്, ആ ഒരു രീതിയിലേക്ക് ആധുനികവൽക്കരിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെയാണ് മരിക്കുന്നത്. എല്ലാം ഇവിടുത്തെ ഒരാളായി മാറുകയാണ് ഈ ക്യാപ്റ്റൻ ഡിലനോയ്, വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ 1741 എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചത്? കുളച്ചൽ യുദ്ധമുണ്ടായി. ആര് ജയിച്ചു? ഡച്ചുകാർ. ഡച്ചുകാരുടെ പ്രത്യേകത നമ്മൾ മുൻപ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? ഡച്ചുകാർ എന്നാ വന്നത്? രണ്ടാമത് ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻ ശക്തി ആരാണ്? ഒന്നാമത് വന്നത് പോർച്ചുഗീസാന്ന് പറഞ്ഞു. രണ്ടാമത് വന്നത് ആരാണ്? രണ്ടാമത് ഇന്ത്യയിലേക്ക് വന്ന വിദേശ ശക്തികൾ, യൂറോപ്യൻ ശക്തികൾ. ആദ്യം വന്ന വിദേശികൾ ആരാ പറഞ്ഞത്? അറബികളാണ്. ആദ്യമായിട്ട് വന്ന വിദേശികൾ അറബികളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. പിന്നെന്താ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ? ആദ്യമായിട്ട് വന്ന യൂറോപ്യൻ ശക്തികൾ ആരാണെന്ന് പറഞ്ഞു. അത് ആരാണ്? അത് പോർച്ചുഗീസുകാരാണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് പറഞ്ഞത്? രണ്ടാമത് വന്ന യൂറോപ്യൻ ശക്തി ആരാണെന്ന്. അത് ആരായിരുന്നു? ഡച്ചുകാരായിരുന്നു. 1595 ഡച്ചുകാർ വന്നിരുന്നു. ആ ഡച്ചുകാരാണ് 1741 മാർത്താണ്ഡവർമ്മയോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടുകൊണ്ടെന്ന് പലായനം ചെയ്യുന്നത്. അപ്പോ ഇന്ത്യയില് രണ്ടാമത് വന്ന ഡച്ചുകാര് ആദ്യം പോകുന്നു. ഇന്ത്യയിൽ നിന്ന് ആദ്യം പോയ യൂറോപ്യൻ ശക്തികൾ ആരാണ്? ഡച്ചുകാരാണ്. അവസാനം പോയതോ? പോർച്ചുഗീസുകാർ. ആദ്യം വന്നത് അവസാനം പോയതും പോർച്ചുഗീസുകാർ. അതൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചാണ്. ഇനി വിശദമായിട്ട് അതിലേക്കെല്ലാം പഠിക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? 1741 കുളച്ചൽ യുദ്ധം നടന്നത് പഠിക്കുക. 1755 അവസാനത്തെ മാമാങ്കം. മാമാങ്കത്തെ കുറിച്ച് നമുക്ക് വലിയൊരു ടോപ്പിക്കായിട്ട് അത് എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് തന്നെ. ഇപ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അവസാനത്തെ മാമാങ്കം നടന്ന വർഷം അത് 1755 ആണ്. ഈ ഒരു ഓർഡർ പറഞ്ഞതുകൊണ്ട് കേരളത്തിൽ നടന്ന സംഭവം ആയതുകൊണ്ട് ഇപ്പൊ പറഞ്ഞു എന്നുള്ളൂ. കാരണം എന്ന് ആരംഭിച്ചു, എന്തൊക്കെ സംഭവങ്ങൾ അതിലുണ്ടായി, എന്താണ് ഈ മാമാങ്കം എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്ന പൊന്നാനിപ്പുഴ, നീള, ഇന്ത്യയുടെ ഭാഗീരഥി എന്നൊക്കെ അറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്ന ഒരു ഉത്സവമാണ് മാമാങ്കം. അത് അവസാനിച്ചത്, ഏറ്റവും അവസാനമായി നടന്നത് 1755 അതിനുശേഷം ഒരു ആധുനിക മാമാങ്കമൊക്കെ വരുന്നുണ്ട് 1999. അതൊന്നും വലിയ റിലവൻസ് ഉള്ളതല്ല. 1755 അവസാനത്തെ മാമാങ്കം നടന്നതെന്ന് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഓർഡറിൽ പഠിക്കുന്ന സമയത്ത് 1741 പ്രധാന സംഭവമായിട്ടുള്ള കുളച്ചൽ യുദ്ധത്തിന് ശേഷം നമുക്ക് ഇത് പഠിക്കാം. 1755 നടന്നതാണ് എന്താണ് മാമാങ്കത്തിന്റെ അവസാന മാമാങ്കം നടന്നത് 1755. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു വർഷം 1793 മുതൽ 1797 വരെ. ഏതാ വർഷം പറഞ്ഞത്? 1793 മുതൽ 1797 വരെ ഒന്നാം പഴശ്ശി വിപ്ലവം, ഒന്നാം പഴശ്ശി കലാപം നടന്ന വർഷമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാം പഴശ്ശി കലാപം നടന്ന വർഷം. രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്ന വർഷം ഏതാണ്? 1800 മുതൽ 1805 വരെയാണ്. 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപം നടക്കുന്നത്. രണ്ടാം പഴശ്ശി കലാപം 1805 എങ്ങനെയാണ് അവസാനിക്കുന്നത്? കാരണം പഴശ്ശി രാജാവ് കൊല്ലപ്പെടുകയാണ്. 1805 പഴശ്ശി രാജാവ് 1805 നവംബർ 30 പഴശ്ശി രാജാവ് കൊല്ലപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ പഴശ്ശി യുദ്ധം അവിടെ അവസാനിക്കുകയാണ്. ഇതെല്ലാം വിശദമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. വിശദമായിട്ട് പഠിക്കേണ്ടതാണ് ഒന്നാം പഴശ്ശി കലാപങ്ങൾ.
അതുപോലെ തന്നെ രണ്ടാം പഴശ്ശി കലാപങ്ങൾ, അതുപോലെ പഴശ്ശിരാജയുടെ സ്മാരകത്തെക്കുറിച്ചും എല്ലാം തന്നെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. 1793 മുതൽ 1797 വരെ ഒന്നാം പഴശ്ശി കലാപവും 1800 മുതൽ 1805 വരെ രണ്ടാം പഴശ്ശി കലാപവും 1805 നവംബർ 30 പഴശ്ശിരാജ കൊല്ലപ്പെട്ടു. അതും നമ്മൾ പഠിക്കേണ്ടതാണ്. പഴശ്ശിരാജ മരണപ്പെട്ട വർഷം 1805 നവംബർ 30 അടുത്തൊരു പ്രധാന സംഭവം എന്ന് പറയുന്നത് 1809 നടന്ന കുണ്ടറ വിളംബരമാണ്. കുണ്ടറ വിളംബരം കൊല്ലം ജില്ലയിലാണ്. കുണ്ടറ വിളംബരം 1809 ജനുവരി 11 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. അത് പുറപ്പെടുവിക്കുന്ന ആരാണ്? വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഈ ഒരു കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. അതും വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. അത് പുറപ്പെടുവിച്ചത് എന്താണ്? വേലുത്തമ്പി ദളവയാണ്. അത് പഠിക്കുക. ഇനി ഈ ഒരു ഓർഡർ പ്രകാരം നോക്കുമ്പോൾ കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വർഷവും സംഭവം എന്ന് പറയുന്നത് 1812 നടന്ന കുറിച്യ കലാപമാണ്. കുറിച്യ കലാപം. കുറിച്യരെന്നും കുറുമ്പരെന്നും പറയുന്ന വയനാട്ടിലുള്ള ഒരു ഗോത്രവർഗ വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ പോരാട്ടമാണ് ഈ കുറിച്യ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1812 നടന്നത്. അതിന് നേതൃത്വം കൊടുത്തത് രാമനമ്പി എന്ന് പറയുന്ന ആളായിരുന്നു. രാമനമ്പിയുടെ നേതൃത്വത്തിൽ വയനാടിൽ കുറിച്യരും കുറുമ്പരും ചേർന്ന വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളൊരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് നടത്തിയ ഒരു കലാപമായിരുന്നു 1812 നടന്ന കുറിച്യ കലാപം. ഈ ഒരു കലാപത്തിന്റെ പ്രത്യേകത ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഗോത്രവർഗ കലാപമാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഗോത്രവർഗ കലാപമാണ് ഈ കുറിച്യ കലാപം എന്ന് പറയുന്നത്. കാരണം പൈക കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് പറയുന്നുണ്ട്. പൈക കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് 2017 കേന്ദ്ര സർക്കാർ പൈക കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് പ്രഖ്യാപിക്കുന്നത്. 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതാണ് യഥാർത്ഥത്തിൽ VD സവർക്കർ അതുപോലെ കാറൽ മാക്സ് എന്ന വിദേശിയെല്ലാം ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് പറയുന്നത്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് 2017 പൈക കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ആദ്യം നടന്ന കലാപം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യം നടന്ന ഗോത്രവർഗ കലാപം അത് ഈ കുറിച്യ ലഹളയാണ്. പിന്നീട് 1855 എന്താണ് സാന്താൾ കലാപം വരുന്നുണ്ട്. സാന്താൾ കലാപം, സാന്താൾ സമുദായം ഏറ്റവും വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഗോത്ര സമൂഹമാണ്. 15,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ട സാന്താൾ കലാപം. ആ കലാപവും ഇതിനു ശേഷമാണ് വരുന്നത്. അപ്പൊ ഇന്ത്യയിൽ നടന്ന ഏറ്റവും ആദ്യത്തെ ഗോത്രവർഗ കലാപം ഏതെന്ന് ചോദിച്ചാൽ 1812 നടന്ന ഈ ഒരു കുറിച്യ കലാപമാണ്. കുറിച്യരും കുറുമ്പരും എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഈ ഒരു പോരാട്ടം രാമനമ്പിയുടെ നേതൃത്വത്തിൽ, അതാണ് ഒരു പ്രധാന സംഭവം. പിന്നീട് നമുക്ക് 1822 നടന്ന ഒന്നാം ചാന്നാർ ലഹളയെ മനസ്സിലാക്കാം. ഒന്നാം ചാന്നാർ ലഹള. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് 1859 നടന്ന മേൽമുണ്ട് സമരം, രണ്ടാം ചാന്നാർ ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന മാറുമറക്കൽ സമരം എന്നൊക്കെ അറിയപ്പെടുന്ന മേൽമുണ്ട് സമരം അഥവാ മാറുമറക്കൽ സമരം, രണ്ടാം ചാന്നാർ ലഹള. ഇതിന് പ്രചോദനമാവുന്നത് വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന ഒരാളാണ് വൈകുണ്ഠസ്വാമികൾ. ആ വൈകുണ്ഠസ്വാമികളുടെ പ്രചോദനത്താലാണ് 1859 ഈ ഒരു രണ്ടാം ചാന്നാർ ലഹള നടത്തുന്നത്. പിന്നീട് വരുന്ന പ്രധാന വർഷം എന്ന് പറയുന്നത് 1865 പണ്ടാരപ്പാട്ട വിളംബരമാണ്. പണ്ടാരപ്പാട്ട വിളംബരം കേരള കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന 1865 പണ്ടാരപ്പാട്ട വിളംബരമാണ് പിന്നീട് നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാന വർഷം എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് പഠിക്കേണ്ടത് 1891. ഈ ഒരു ഓർഡറിൽ പഠിക്കുമ്പോൾ 1891 നടന്ന മലയാളി മെമ്മോറിയൽ ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ നടന്ന മലയാളി മെമ്മോറിയൽ ആണ് പിന്നീട് പഠിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയം, വർഷം എന്ന് പറയുന്നത്. ഇനി 1891 തന്നെ നടന്ന എതിർ മെമ്മോറിയൽ, തമിഴ് ബ്രാഹ്മണർ ഈ ഒരു മലയാളി മെമ്മോറിയലിനെതിരെ കൊടുത്ത ഒരു മെമ്മോറിയലാണ്. ശ്രീമൂലം തിരുനാളിനാണ് ഇത് രണ്ടും സമർപ്പിക്കുന്നത്. 1891 എതിർ മെമ്മോറിയൽ, ഇത് രണ്ടും ഒരു വർഷമാണ് നടക്കുന്നത്. പിന്നീട് 1893 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന വില്ലുവണ്ടി സമരം പ്രധാനപ്പെട്ട ഒന്നാണ്. 1893 നടന്ന വില്ലുവണ്ടി സമരം അത് നയിച്ചതാണ് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് വില്ലുവണ്ടി സമരം നടക്കുന്നത്.
പിന്നീട് വരുന്ന ഒരു പ്രധാനപ്പെട്ട വർഷം എന്ന് പറയുന്നത് 1896 ഒന്നാം ഈഴവ മെമ്മോറിയലാണ്. ഒന്നാം ഈഴവ മെമ്മോറിയൽ അത് ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിലാണ് സമർപ്പിക്കുന്നത്. ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിക്കുന്നത്. അത് പരാജയപ്പെട്ടതിനെ തുടർന്ന് രണ്ടാമത് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നുണ്ട്. അത് 1900-ലാണ്. 1900-ലാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ. അത് സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനല്ല, അത് സമർപ്പിക്കപ്പെടുന്നത് കഴ്സൺ പ്രഭുവിലാണ്. കേരളത്തില് ആദ്യമായിട്ട് വന്ന ഒരു വൈസ്രോയിയാണ്, ഒരു ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു കഴ്സൺ പ്രഭു. ആ കഴ്സൺ പ്രഭുവിനാണ് ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്ന വർഷം ഏതാണ്? 1900-ആണ്. 1900. പിന്നീട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു വർഷമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത് 1903 SNDPയുടെ വരവാണ്. SNDP രൂപീകരിക്കപ്പെടുന്നതാണ്. നമ്മൾ വിചാരിക്കും ശ്രീനാരായണ ഗുരുവാണെന്ന് അല്ലെ. ചില ആളെങ്കിലും വിചാരിക്കും ശ്രീനാരായണ ഗുരുവാണ് SNDP. അല്ല, സ്ഥാപിച്ചത് ഡോക്ടർ പൽപു ആണ്. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് ആ ഒരു സംഘടനയുടെ SNDPയുടെ 1903 സ്ഥാപിച്ച ആ സംഘടനയുടെ ആജീവാനന്ദ അധ്യക്ഷനാണ്. എന്നാൽ സ്ഥാപകൻ എന്ന് പറയുന്നത് ഡോക്ടർ പൽപു ആണ്. അതാണ് 1903 ഈ ഒരു ഓർഡറിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള വർഷം. പിന്നെ വരുന്ന വർഷം 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, അദ്ദേഹത്തെ കുറിച്ചും ഈ ഒരു നാടുകടത്തിന് ആസ്പദമായിട്ടുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. തൽക്കാലം ഇത്ര മനസ്സിലാക്കുക. 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ എവിടേക്കാണ്? മദ്രാസിലേക്ക് നാട് കടത്തുന്നത്. ആ സമയത്ത് ശ്രീമൂലം തിരുനാളായിരുന്നു ഭരണാധികാരി, തിരുവിതാംകൂർ ഭരണാധികാരി. എന്നാൽ ദിവാൻ ആരായിരുന്നു? ദിവാൻ പി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരി അല്ല. സി രാജഗോപാലാചാരിയെ പറ്റി നമുക്കറിയാം. ഒരുപാട് പഠിക്കേണ്ടതായിട്ടുള്ള, നമുക്ക് എടുത്ത് അതിന് സെപ്പറേറ്റ് ക്ലാസ് തരുന്നുണ്ട് സി രാജഗോപാലാചാരിക്കെല്ലാം. 1913 നടക്കുന്ന KP കറുപ്പന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കായൽ സമരവും, പിന്നീട് 1914 മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വരുന്ന NSS, ഇതിനെക്കുറിച്ചെല്ലാം ഇനിയും ഒരുപാട് വർഷങ്ങൾ പഠിക്കാനുണ്ട്. 1950 നവംബർ 1 കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകൃതമാകുന്നത്. കേരളം മാത്രമല്ല, 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും 1956 നവംബർ 1 രൂപീകൃതമാകുന്നുണ്ട്. അതിലൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു, ഫസൽ അലി കമ്മിറ്റി, ജസ്റ്റിസ് ഫസൽ അലി കമ്മിറ്റി. അതിലൊരു മലയാളി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സഹായിയായിട്ട് ആ 3 അംഗ കമ്മീഷനിൽ. അതാരായിരുന്നു? അത് സർദാർ KM പണിക്കരാണ്. മുൻപത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായിട്ട് ഉണ്ടാക്കിയ ആ ഫസൽ അലി കമ്മിറ്റി, അത് മുഖാന്തരമാണ് 1956 14 സംസ്ഥാനങ്ങൾ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നത്. കേരള സംസ്ഥാനവും. ആ കേരളം രൂപീകൃതമായിട്ടുള്ള ആ ഒരു സമയത്ത് കേരളത്തില് ഇന്ന് കാണുന്ന പോലെ 14 ജില്ലകൾ ഉണ്ടായിരുന്നില്ല, മറിച്ച് 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. 5 ജില്ലകളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം എന്തായാലും അതുവരെ ഒരുപാട് സംഭവങ്ങൾ ഇതിനിടയിലുണ്ട്. നമുക്ക് 1913 കായൽ സമരം, അതുപോലെ 1913 NSS രൂപീകൃതമായത്, 1916 മുതൽ 20 വരെ 5 തവണ കൂടിയിട്ടുള്ള മലബാർ സമ്മേളനങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച്, നവോത്ഥാന നായകരെ കുറിച്ച്, സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച്, ഇന്ത്യയിലെയും അതുപോലെ വിദേശത്തിലെയും കേരളത്തിലെയും എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ചരിത്രം പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആദ്യത്തെ ക്ലാസ്സുകളിൽ, കേരളത്തിലെ ചരിത്രം മാത്രമല്ല, ലോക ചരിത്രവും അതുപോലെ ഇന്ത്യയുടെ ചരിത്രവും കേരളത്തിന്റെ ചരിത്രവും, ഈ ഒരു 3 രീതിയിലാണ് വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി. ഈ രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. സാമൂഹ്യ പരിഷ്കർത്താക്കൾ സ്ഥാപിച്ചിട്ടുള്ള സംഘടനകളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞല്ലോ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ കാര്യമില്ല, അതിന് പുറകിലുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് കേളപ്പനെ പോലെയുള്ള AKG പോലെയുള്ള ആളുകളെ കുറിച്ച് പഠിക്കണം. ശ്രീനാരായണ ഗുരു, വൈകുണ്ഠസ്വാമികൾ, തൈക്കാട് അയ്യാവ്, സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി തുടങ്ങിയ നവോത്ഥാന നായകർ, രാജാറാം മോഹൻ റോയ്, വിവേകാനന്ദൻ, രാമകൃഷ്ണ പരമഹംസർ, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളെ കുറിച്ച്, ഗാന്ധിജിയെ കുറിച്ച്, മഹാത്മാഗാന്ധിയെ കുറിച്ച് തന്നെ ഒരു സെപ്പറേറ്റ് ഒരൊറ്റ ക്ലാസ് തന്നെ തരേണ്ടതായിട്ട് വരും. ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ അങ്ങനെ വരുന്ന സ്വാതന്ത്ര്യ സമര നായകന്മാർ, നവോത്ഥാന നായകന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ എല്ലാം നമുക്ക് ഈ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് പറഞ്ഞു പോകുമ്പോൾ ഒരു ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഇനി 1956 നവംബർ 1 കേരളം രൂപീകരിക്കുന്ന വരെയുള്ള സംഭവം, അതിനുശേഷം വരുന്ന ഈ പറയുന്ന സംഭവവും അതുപോലെ തന്നെ കലാപങ്ങളും വർഷത്തോടു കൂടെ നമുക്ക് പഠിക്കാം. ഇതിനകത്തുള്ള കാര്യങ്ങൾ
ഈ പറയുന്ന പോലെ സെപ്പറേറ്റ് ക്ലാസ് ആയിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് ഇവിടെ നിർത്താം.